ഇന്നത്തെ വിഷയം പോലീസിൽ നടക്കുന്ന ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി നടത്തിയ ചില കേസുകൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ്. കേരളം ഏകദേശം ഒരു 2-3 വർഷം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ശബരിമല സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സംസ്ഥാന ഗവൺമെൻറ് ആ വിധി നടപ്പാക്കാനെടുത്ത തീരുമാനത്തിനെതിരെ UDFും BJPയും RSSും അതിശക്തമായ രാഷ്ട്രീയ എതിർപ്പ് കേരളത്തിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹം ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും എന്നും ഒരു മതേതര നിലപാടുള്ള, എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി എടുത്ത നിലപാട്, ഗവൺമെൻറ് എടുത്ത ആ നിലപാട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രംഗത്ത് വന്നിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-5 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ നിറയുന്നത്. നിങ്ങളറിയേണ്ടത്, ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം, വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് വിശ്വസിച്ചു. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിൽ കുലുങ്ങൂല. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെൻറ്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിൻ്റെ 1-ാം ഘട്ടം. 2-ാം ഘട്ടവും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം
ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഞാനിത് ചുരുക്കി വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്യാം. കാരണം നമ്മളെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ അതിൻ്റെ ചുരുക്കം മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും. ഈ കേസിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു DYSP ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ DYSP, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിൽ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ്, ഇപ്പോൾ റിട്ടയർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജൻ്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഒരു ഫോട്ടോ അല്ല, ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി. ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി തന്നെ പുതച്ചിരിക്കുന്ന ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്താ ഇതിൽ നിന്നൊക്കെ കാണിക്കുന്നത്? ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചിലെ ഒരു പ്രധാന കക്ഷിയാണ്. അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ കാര്യാലയം, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട, തിരുവനന്തപുരം. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് 11/5/2023 ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1, പേട്ട, 10/5/2023 അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത്. ഇപ്പോഴും ഗവൺമെൻറ് ഇത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവുകയാണ്. ഇതിൽ മേൽ സൂചന കേസിൻ്റെ പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, സ്വീകർത്താവ് പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട. ചുരുക്കി വായിക്കാം. വിഷയം CB ക്രൈം 479/CBCU ട്രിവാൻഡ്രം 2019 പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, ക്രൈം നമ്പർ 1879. സൂചന PHQ ഓർഡർ നമ്പർ D13949 സോൻസോ, ഡേറ്റഡ് 26/9/2019. 2019 ഇതിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മേൽ സൂചന പ്രകാരം 3/10 മുതൽ കേസിൻ്റെ അന്വേഷണം T യൂണിറ്റിൽ നടന്നു വരുന്നു. കേസിൻ്റെ ചുരുക്കം: ആവലാതിക്കാരൻ എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരി. ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ BJP RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരൻ്റെ ആശ്രമത്തിന് അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലാതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ 27/10/2018 തീയതിയിൽ വെളുപ്പിന് 2:30 മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത്. ഇതിൽ പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ, ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു. അതിന് പുറമെ ആശ്രമത്തിൻ്റെ മുൻവശവും മുകൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും. ഇനിയാണ് ഇതിൻ്റെ ക്രക്സ് വരുന്നത്. ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള സോപാനത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലികൾ, ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച്
ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിന് നാശമുണ്ടാക്കി 1 കോടിയുടെ നഷ്ടമുണ്ടാക്കി. ഇതിൽ പ്രധാനം ഈ കേസിൻ്റെ തുമ്പ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഈ PK ബിജുവിൻ്റെ ഈ ഈ എഴുത്ത് ഇവർ മാറ്റിയതാണ്. മേൽ കേസിൻ്റെ ആദ്യ ദിവസം 27/10/2017 അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സോ ഡേറ്റിൽ ഉത്തരവ് പ്രകാരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജാണ് നടത്തി വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് പിന്നെ അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നെയിം, അത് കഴിഞ്ഞിട്ട് മേൽ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതികളെ പറ്റി സൂചനകളൊന്നും തന്നെ 3/1/2020 വരെ ലഭിച്ചിരുന്നില്ല. 3/1/2022 കണ്ടമൺകടവിലെ RSS പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുകയും സംഗതിക്ക് വിളപ്പിൽശാല പോലീസ് ക്രൈം സോൻസോ നമ്പർ കേസെടുക്കുകയും ചെയ്തു. അത് അന്വേഷണം നടത്തിവരെ പ്രകാശിന്റെ മരണം മറ്റു ചില RSS പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് പ്രകാശിന്റെ ജ്യേഷ്ഠൻ പ്രശാന്തൻ വിളപ്പിൽശാല പോലീസിൽ പരാതി കൊടുക്കുകയും കൊടുത്ത പരാതി അവഗണിക്കുകയാണ്. RSS പ്രവർത്തകരാണ് ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ഈ പ്രതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കൃത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളും അതിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചു. കാരണം ഇദ്ദേഹം പുറത്തു പറയും എന്ന് എനിക്ക് നിവൃത്തിയില്ല, ഞാനിത് പുറത്തു പറയുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അവഗണിച്ചുകൊണ്ട് കേസ് അസ്വാഭാവിക മരണമായി എഴുതി തള്ളുകയും ചെയ്തു. അപ്പോൾ ജ്യേഷ്ഠൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ്, എൻ്റെ മകൻ ഇങ്ങനെ ആ ആശ്രമം എത്തിച്ച കേസിൽ പ്രതിയായിരുന്നു, അത് ഞാൻ പുറത്ത് പറയും, അതുകൊണ്ട് പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ ഇവർ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ചവരാണ്, എൻ്റെ അനിയനും കത്തിച്ചു എന്ന്. അതുകൊണ്ടാണ് അനിയൻ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഇത് അസ്വാഭാവിക, ജ്യേഷ്ഠൻ തന്നെ പറയാം അസ്വാഭാവിക മരണമായിട്ട് പിന്നെന്ത് ചെയ്യാണ് ഈ ആത്മഹത്യ, പോലീസ് എഴുതി തള്ളുകയാണ്. വിളിച്ചു വരുത്തി തന്റെ അനുജന്റെ മരണത്തിൽ ഉത്തരവാദികൾ കണ്ടമൺകടവിലെ RSS പ്രവർത്തകരാണെന്നും തന്റെ അനുജനും RSS പ്രവർത്തകരും ചേർന്നാണ് 2018 ആശ്രമം കത്തിച്ചതെന്ന് മരണത്തിന് മുമ്പ് തന്റെ അനുജൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും തുടർന്ന് വിളിപ്പിൽശാല സ്റ്റേഷനിൽ സോൻസോ ക്രൈമായി അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി, അത് DGP ആണ് പിന്നെ രണ്ടാമതിന് ഉത്തരവിടുന്നത്. ഈ കേസ് അന്വേഷിച്ച് വരവെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു. ആശ്രമം കത്തിച്ച കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ട് ടിയാനെ ആ കേസിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണത്തിൽ പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ ഭാഗികമായി ശരിയായിരുന്നുവെന്നും കൃഷ്ണകുമാറും പ്രകാശും ശബരിയും ചേർന്നാണ് ആശ്രമം കത്തിച്ചതെന്നും കൗൺസിലറായ BJPയുടെ കൗൺസിലറാണ് ഗിരികുമാറാണ് ആയതിലേക്ക് പ്രേരണ നൽകിയത് എന്ന് കണ്ടെത്തി കൃഷ്ണകുമാറിനെയും ശബരിയെയും ശ്രീ ഗിരികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഈ ഉദ്യോഗസ്ഥൻ ചെയ്യാണ്, രണ്ടാമത് അന്വേഷിച്ച്. എന്നിട്ട് ഇനി പറയുന്നതാണ് ക്രൈം 479 ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസിൽ എൻ്റെ അന്വേഷണത്തിൽ താഴെ പറയുന്ന ഗുരുതര വീഴ്ചകൾ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജന്റെയും അദ്ദേഹത്തെ സഹായിക്കാൻ നിയോഗിച്ച ഷാഡോ ടീമിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP പോലീസിന് കൊടുത്ത സീക്രട്ട് റിപ്പോർട്ടാ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെന്നും കൂടി മനസ്സിലാവുമ്പോഴേ ഇതിന്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. 27/10/2018 മുതൽ 25/2/2019 വരെ ACP ധനരാജാണ് കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കൃത്യസ്ഥല മഹസർ തയ്യാറാക്കവേ സ്ഥലത്തു നിന്ന് കണ്ട PK ഷിബുവിന്റെ ആദരാഞ്ജലികൾ ഇത് സൂചന മാത്രമെന്ന് കയ്യെഴുത്തോടു കൂടിയ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ റീത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ദോബസ്തിലെടുക്കുകയും അന്നേ ദിവസം തന്നെ KPF 151A ഫോറത്തിൽ ചേർത്ത് കോടതിക്ക് അയക്കുകയും ബഹുമാനപ്പെട്ട കോടതി T-325/18 നമ്പറായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 10 കൊണ്ട് വ്യക്തമാണ്. എന്നാൽ ടി നമ്പർ ഇട്ട ശേഷം കോടതി ആയത് സൂക്ഷിക്കുന്നതിന് തിരിച്ചേൽപ്പിക്കും. സ്വാഭാവികമാണ്, എല്ലാം കൂടെ കോടതിയിൽ വെക്കാൻ കഴിയില്ല. ചില ഇതുപോലത്തെയുള്ള തെളിവിലേക്കുള്ള മുതലുകൾ പോലീസിന് തന്നെ അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ട് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ കോടതിയിൽ കൊടുത്ത ഈ റീത്ത് കോടതി തിരിച്ച് പോലീസിന്റെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കോടതി ആദ്യം സൂചിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്. എക്സിബിറ്റ് 4 കൊണ്ട് ഇക്കാര്യം വ്യക്തമാണ്. തിരിച്ചേൽപ്പിച്ച കൈയെഴുത്തടങ്ങിയ
റീത്ത് കോടതി ഡ്യൂട്ടി ചെയ്തു വന്നിരുന്ന SI ജി ഷിൻ ആൻഡ് ബിജു RJ കോടതിയിൽ നിന്നും വാങ്ങി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും എക്സിബിറ്റ് 1, 2, 3 പറയുന്നു. അങ്ങനെ വന്ന് പിന്നെ പറയുന്നത്, എന്നാൽ റീത്തും അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കയ്യെഴുത്തും ഇപ്പോൾ സ്റ്റേഷനിലില്ല. കാരണം ആ കയ്യെഴുത്ത്, ആ റീത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിബുവിൻ്റെ ആദരാഞ്ജലികൾ എന്ന് അവർ എഴുതിയിട്ടുള്ള അത് കിട്ടിയിരുന്നെങ്കിൽ പോലീസിന് ഈ പ്രതികളുടെ കയ്യെഴുത്ത് പരിശോധിക്കാമായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ അവിടെ എത്തുമ്പോഴേക്ക് എന്തായി? ഈ കയ്യെഴുത്തിൻ്റെ ആ പേപ്പർ കോടതി പോലീസിനെ ഏൽപ്പിച്ചത് ഈ പറഞ്ഞ ടീം പൊക്കേണ്ട രീതിയിൽ പൊക്കി. ഉണ്ടായിരുന്ന കയ്യക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതാ പറയുന്നത്. എന്നാൽ റീത്ത് അതിന്മേലുള്ള വെള്ള പേപ്പറിൽ എഴുതിയ ഭീഷണി കയ്യെഴുത്ത് ഇപ്പോൾ സ്റ്റേഷനിലില്ല. എക്സിബിറ്റ് 12 കൊണ്ട് വ്യക്തമാണ്. റീത്തിലുണ്ടായിരുന്ന കയ്യക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താമായിരുന്നു. എന്നാൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് തൊണ്ടി മുതലായ റീത്തും കയ്യക്ഷരങ്ങളും നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. പിന്നെ ആശ്രമം കത്തിക്കുന്നതിന് മുന്നോടിയായി 21-ാം തീയതി RSS ഹിന്ദു സംഘടനയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. തലേദിവസം RSS മാർച്ച് നടത്തുന്നുണ്ട്. ഈ സമയത്തും ഭീഷണിപ്പെടുത്തുന്നതും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ആവലാതിക്കാരനെതിരെ ആശ്രമത്തിനെതിരെയും വിളിച്ചിരുന്നു. കൃഷ്ണകുമാർ, ശബരി, ഗിരീഷ് കുമാർ, പ്രകാശ് എന്നിവർ ഉൾപ്പെടെയാണ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമായിട്ടും കണ്ടോൺമെന്റ് ഭാഗത്തു നിന്നുള്ള RSS പ്രവർത്തകരായ പ്രകാശിന്റെയും കൃഷ്ണകുമാറിന്റെയും CDR അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചില്ല. ഇന്ന ആളുകളാണ് ഈ സമരത്തിന് മുന്നിലുണ്ടായിരുന്ന, അവരെ എനിക്ക് സംശയമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സ്വാമി പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ CDR പരിശോധിച്ചിട്ടില്ല. വേറെ CDR പരിശോധിക്കുന്നുണ്ട്. അതിലേക്കാണ് വരുന്നത്. ഒരാവശ്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ CDR പരിശോധിച്ചിട്ടുണ്ട്. ഈ അക്രമം ചെയ്തവർ ഇന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞ് സ്വാമി പറഞ്ഞ ആളുകളുടെ CDR പരിശോധിച്ചിട്ടില്ല. ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ശേഖരിച്ചിട്ടില്ല. മേൽ പറഞ്ഞവരുടെയും സംഭവ സ്ഥലത്തിന് സമീപം താമസിച്ച RSS BJP പ്രവർത്തകരുടെയും CDR ശേഖരിക്കാതിരുന്നതിനാൽ നിലവിലെ അന്വേഷണത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള RSSകാരെ ഒരാളെയും പരിശോധിച്ചിട്ടില്ല CDR. ഈ കേസിലെ ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ആശ്രമം കത്തിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിവരം സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമായിട്ടും പ്രകാശിന്റെ CDRും ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. എക്സിബിറ്റ് 6 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ പ്രകാരം ഈ കേസിലെ A3 ആയി അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരി S. നായരെ ആദ്യമേ തന്നെ ഈ കേസിൽ സംശയിക്കുകയും ടിയാന്റെ CDR ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഏജൻസിയാണ് ചെയ്തത്. എക്സിബിറ്റ് 6ന്റെ 2-ാം പേജിൽ S1 നമ്പർ 2 44 ശബരിയുടെ മൊബൈൽ നമ്പറുകളാണ്. നമ്പറുകളിൽ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമം കത്തിയ സമയം ആക്റ്റീവായിരുന്നത് എന്നും ശബരി വേറെ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തതും CDRൽ നിന്നും വ്യക്തമാണ്. ഈ പ്രകാശിന്റെ CDR പരിശോധിക്കുന്നത് ഈ പറയുന്ന DYSP ആണ്. അത് പരിശോധിക്കുമ്പോൾ രാത്രി 2:30 ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന പ്രകാശ് ഈ ആശ്രമത്തിന്റെ പരിസരത്തുണ്ട്. ആ സമയത്ത് അദ്ദേഹം പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അന്വേഷിച്ചവർ പ്രകാശിനെ ചോദ്യം ചെയ്യാനോ ഈ രീതിയിൽ അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല. അതാണ് DYSP ചൂണ്ടിക്കാണിക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. അതായത് ക്രോസ് വെരിഫൈ ചെയ്തതിൽ 10 നമ്പറും ശബരിയുടെ മെയിൻ മൊബൈൽ നമ്പറുകൾ നമ്പറുകൾ വെളുപ്പിന് 2:30 മണിക്ക് ആശ്രമത്തിന് ആക്റ്റീവായിരുന്നു. ശബരി വേറെ ചിലരെയൊക്കെ കോൺടാക്ട് ചെയ്തതും CDRൽ കാണുന്നത്. ഇപ്രകാരം വ്യക്തമായുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടും ആയത് ക്രോസ് വെരിഫൈ ചെയ്യാതിരുന്നത് ആയിരുന്നു ACPയുടെയും കേസിന്റെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഷാഡോ ടീം അംഗങ്ങളുടെയും വീഴ്ചയാണ്. ഈ കേസ് തീയതി ACP ശബരിമല S. നായരെ 3/11/2011 തീയതി ACP ശബരി S. നായരെ ചോദ്യം ചെയ്തെങ്കിൽ ഈ ശബരി നായർ ചോദ്യം ചെയ്തിട്ടുണ്ട്. പേരിന് ഗൗരവമായ സമീപനം ടിയാന്റെ CDR വെച്ച് ക്രോസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല. കാരണം കാണിച്ചാൽ തെളിയും. എന്താ വേണ്ടത്? ഇത് സ്വാമി എന്നെ കത്തിച്ചു, അതിൻ്റെ പിന്നിൽ CPMമാരാണ്, സ്വാമിക്ക് പേരെടുക്കാനാണ്. അതുകൊണ്ട് ഈ ശബരിയുടെ CDR അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല എന്നാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അന്തേവാസി പിന്നീട് ടിയാൻ്റെ CDR വെച്ച് ക്രോസ് വെരിഫൈ ചെയ്തില്ല. ആശ്രമത്തിലെ അന്തേവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ കേസിൻ്റെ അന്വേഷണം കൊണ്ടുപോയത്. RSS പ്രവർത്തകർ ആശ്രമത്തിനെതിരെ സമരവും ബഹളവും നടത്തിയിട്ടും അവരെ കേന്ദ്രീകരിച്ച് കാര്യമായ ഒരു അന്വേഷണം നടത്തിയില്ല. അപ്പോൾ ആശ്രമത്തിനുള്ള സ്വാമീൻ്റെ ആളുകൾ, സ്വാമിനെയൊക്കെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാമിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ സ്വാമിയിലേക്ക് ആണ് ആദ്യത്തെ ശ്രമം. അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ശ്രമം നിങ്ങൾ കേട്ടോ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്. ആദ്യ അന്വേഷണത്തിൽ, അടുത്ത പാരഗ്രാഫാണ്, ആദ്യ അന്വേഷണത്തിൽ ആവലാതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. CDR ശേഖരിച്ചവരിൽ ഇനി കേട്ടോ, CPM തിരുവനന്തപുരം ജില്ലാ നേതാവ് IP ബിനു, സോൻസോ നമ്പർ 2. കണ്ണൂരിലെ CPM നേതാവ് കാരായി രാജൻ, മനസ്സിലായില്ലേ? തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ, സോൻസോ നമ്പർ. DYFIയുടെ നേതാവ് സുബിൻ, CPM വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ CDR ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് 6 കൊണ്ട് വ്യക്തമാകുന്നു. ഇനി അദ്ദേഹം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ്, ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല, അവരെ എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല, CD ഫയലിൽ കാണുന്നില്ല. ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ്. അപ്പം എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ CDR പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസന്വേഷണത്തിൽ അത് പറയണം. CDR രേഖപ്രകാരം ഈ പരിശോധിച്ച നമ്പറുകളിൽ ഈ പറഞ്ഞ കാരായി രാജൻ ഉൾപ്പെടെയുള്ള IP ബിനു അടക്കമുള്ള എല്ലാവരും, IP ബിനുവിനായിരുന്നു മറ്റേ കേസ് കൊടുക്കാൻ നോക്കിയിരുന്നു, ഏത് നമ്മുടെ AKG സെൻറ്ററിൽ പോകാൻ പറഞ്ഞതിൽ. അതിനുവേണ്ടി ഒരുപാട് അസാധു നടന്നിട്ടുണ്ട്. അവസാനം എന്തായി? ഒളിച്ചു വെച്ചിട്ടും സത്യം പുറത്തു വന്നു. ആരാണ് കത്തിച്ചത്? അതുവരെ ആരായിരുന്നു? CPM കത്തിച്ചു. പേരെടുക്കാൻ ഈ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി. ആ ശ്രീമതി ടീച്ചർ ഒക്കെ ആ സമയത്ത് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ബഹളം കേട്ട്, ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. എന്തൊക്കെ ട്രോളായിരുന്നു അവരൊക്കെ പേരിലുണ്ടായിരുന്നത്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായി. ആ ബിനുവിൻ്റെ നമ്പറാണ് വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ RSS ഈ കേസ് കൊണ്ടുപോയിട്ടുള്ളത്? എത്രത്തോളമാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ RSSൻ്റെ അകത്ത്, പോലീസിൻ്റെ അകത്ത് RSS പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ എന്താ പറയുക, ജീവിക്കുന്ന തെളിവാണ്. അങ്ങനെ എക്സിബിറ്റ് C കൊണ്ട് വ്യക്തമാക്കുന്നു. ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. എന്തിനാണ് ഇവരുടെ CDR എടുത്തത്, എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും CDയിൽ ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല. ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ്. അധികാര ദുർവിനിയോഗം. കേസ് അന്വേഷണത്തിൻ്റെ മറവിൽ മറ്റു ഫോൺ നമ്പറുകൾ CDR യാതൊരു ന്യായീകരണവും മാനദണ്ഡവുമില്ലാതെ ഏറ്റെടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ്. ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP ഹയർ അതോറിറ്റി കൊടുത്ത പോലീസ് റിപ്പോർട്ടാണിത്. റിപ്പോർട്ടിനോടൊപ്പം എക്സിബിറ്റ് ഷാഡോ ആയി പിന്നെ ഈ പറയുന്നത് CCTV ഫുട്ടേജുകൾ പൂർത്തി കേസിലെ കൃത്യസ്ഥലത്തിന് സമീപമുള്ള വീട്ടിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 27/10/2 ഇവർ പരിശോധിക്കാൻ കേട്ടോ. ആ സമയത്ത് അതിൽ ബൈക്ക് പോയത് ഇവർ കാണുന്നുണ്ട്. ഈ വക മേഖലകളൊന്നും പരിശോധിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, CCTVയുമായി ബന്ധപ്പെട്ടിട്ടില്ല. മറുപടിയിൽ പരാമർശിച്ചിട്ടുള്ള അത്തരമൊരു CCTV ഫുട്ടേജ് എൻ്റെ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ലാതാകുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെൻറ്റ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനരാജ് VS നിന്നും ഉണ്ടായ മേൽപ്പറഞ്ഞ വീഴ്ചകൾ ഗൗരവ സ്വഭാവമുള്ളതിനാൽ മേലുദ്യോഗസ്ഥരുടെയും കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സോയൻസോ GSI പോലീസ് ഉദ്യോഗസ്ഥരുടെയും അജിത് എന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡിസ്മിസ് ചെയ്യണം എന്നതാണ് ഇതിൻ്റെ ഒരു ഹയർ അതോറിറ്റി നോക്കിയത് കാണുക. എന്നിട്ട് ഉള്ളടക്കം ചെയ്യുന്നത്, ഒന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ മെറ്റൽ റൈറ്ററായിരുന്ന SIG സുജിത് കുമാർ കെയുടെ മൊഴി പകർപ്പ്. അപ്പോൾ ഇതിൽ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള പകർപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഏപ്രിൽ സ്വാമി
തിരുവനന്തപുരം കുണ്ടമൻ ഭാഗം സാളാഗ്രാമം ആശ്രമിച്ചത് ഞാൻ അയച്ചെന്നാൽ പോരെ. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഈ DYSP ഈ പറഞ്ഞതുപോലെ ഇതിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം BJPയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞിട്ട് അന്ന് സ്വാമി ഇട്ട അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തെയും ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ഈ ഗവൺമെൻറ്റിനെ ഏതെല്ലാം നിലയിൽ പ്രതിസന്ധിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമോ അതിന് മുഴുവൻ നേതൃത്വം നൽകിയ ADGP അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രസക്തി വരുന്നത്. പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഡ്യൂട്ടി എന്താ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികളെടുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്ന അതിൻ്റെ അനീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയും നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോയി ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിൻ്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല? ഇൻ്റലിജൻസ് RSS നേതാവിനെ ഈ പറയുന്ന ADGP അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല? പിന്നെ എന്ത് ഉത്തരവാദിത്തം? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എൻ്റെ പരാതി. അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ്സാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ്. ആ കേസ് അട്ടിമറിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പിന്നിലും ഈ അജിത് കുമാറാണ്. എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ടിയ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇന്ന് ഇപ്പോൾ നമ്മുടെ LDF നേതാവ് സഖാവ് TP ഒക്കെ പറഞ്ഞല്ലോ, അൻവർ എഴുതി തന്നിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി എഴുതി കൊടുക്കും. എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനം എടുക്കട്ടെ. എത്രയാ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പോലീസിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും BJPയെയും RSSനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട്. വി വിൽ വെയിറ്റ് ആൻഡ് സീ. അല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ലക്ഷ്യം കൂടെ ഉണ്ടോ, എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയും ഗവൺമെൻറ്റല്ലേ പരിശോധിക്കേണ്ടത്. അതെനിക്ക് പറയാൻ കഴിയില്ല. ഒരു പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക്, ഒരു സഖാവ് എന്ന നിലക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പിന്നാമ്പുറമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പരിശോധിക്കുമല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് അദ്ദേഹം. അതെ, അന്വേഷണ സംഘത്തിലെ ഒരാളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സ്വാമിയെ വിളിച്ചാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ആളുകൾ പോയി നോക്കിയാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുറച്ചും കൂടി കാര്യങ്ങൾ സ്വാമി എത്രത്തോളം ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പൊതുസമ്മതത്തിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം മാനഹാനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവരെ. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും ആ നന്മ കൊണ്ട് പഠിച്ചവനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അയാളെയും പൂട്ടിയിട്ട് ഇപ്പോൾ ഇടവണ്ണ റിദാൻ കേസ് പോലെയൊക്കെ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ സംവിധാനത്തിൽ എന്ത് അട്ടിമറി നടത്താൻ ശേഷിയുള്ളവരാണ്. നിസ്സഹായരായി പോവല്ലേ. എന്താണ് പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താണിയാണ്, അല്ലേ? അവിടെ ആരാ ഉണ്ടാവേണ്ടത്? ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിനാണ്. അതിനാണല്ലോ ഈ ഗവൺമെൻറ് കിണഞ്ഞ് ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളത്തിൽ. ഏറ്റവും നല്ല ക്രമസമാധാന സംവിധാനമുള്ള നാടാണ് ഈ നാട്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിയും എവിടെയും ഇറങ്ങി നടക്കാം.
ഇതെല്ലാം നിൽക്കുകയാണ്. സൈബറിൽ ഇപ്പോൾ ഈ പോലീസിൻ്റെ ഇടപെടൽ സംസ്ഥാന നാഷണൽ അവാർഡ് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന, സത്യസന്ധരായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥരും അവർക്ക് താഴെയുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരും സാധാ പോലീസുകാരും ഒക്കെയുള്ള ഈ ഒരു നല്ല ഒരു സിസ്റ്റത്തെ ഈ വിരലിലെണ്ണാവുന്ന ചില ക്രിമിനൽ സംഘങ്ങൾ തകർത്ത് മനുഷ്യൻ്റെ മുമ്പിൽ പോലീസുകാരനാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാക്കുകയാണ്. അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മനസ്സിലായില്ലേ? കേസിൽ ഉൾപ്പെട്ട മക്കളുടെ വീട്ടിൽ അവർ ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിൽ മുട്ടുന്ന ഡാൻസ് സ്റ്റാഫുകാർ ആരാ നേതൃത്വം നൽകുന്നത്? ഈ IPS ഓഫീസർ സുജിത്താസ് അല്ലേ? പുതുതായി ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് എന്താ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? എന്ത് തമ്മാടിത്തം ചെയ്തോ എൻ്റെ കൂടെ നിന്നാൽ മതി. കൊന്നാലും കൊല വിളിച്ചാലും കട്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിൽ മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കണം. എവിടെ എത്തും ഈ പോലീസ്? അവിടെയാണ് നിൻ്റെ വിഷയം. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പരിശോധിക്കണം. സ്വർണ്ണമൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി, അത് പോട്ടെ, അതതിൻ്റെ വേറെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇവിടെ വിശ്വസിച്ച് മനുഷ്യൻ്റെ രത്താണി എന്ന് ഓടിക്കയറുന്ന ഒരു അതിജീവിത ചെന്നൊരു പരാതി പറയുമ്പോൾ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ നീ വാ ബാക്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ആരവരെ സംരക്ഷിക്കുന്നത്? അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അല്ല, PV അൻവർ ഭ്രാന്തായിട്ടൊന്നുമല്ല. ഇത് പറയണ്ടേ? എത്ര കാലം ഇത് ഒളിച്ചു വെക്കും? ഇത്രയും വിഷയത്തിൽ പറയാനുള്ളൂ. ഇത് സമയങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്ന MLA-ൻ്റെ ഇത് നേടുന്നുണ്ട്. അതെ, നാളെ മറ്റന്നാളെ കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ഇത് തിരിച്ചിട്ട് കാര്യമില്ല. അത് പാർട്ടി അന്വേഷിക്കും. ഇതെല്ലാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആ മറക്കപ്പുറത്തേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് സമയമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ഈ 8 വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രമാത്രം ആശ്വാസം നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് മനുഷ്യർക്ക് ആശ്വാസവും ഈ നാടിൻ്റെ വികസനമായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പോലീസുകാരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏൽപ്പിച്ച് അത് കൃത്യമായി നിർവഹിക്കുമെന്ന് പറഞ്ഞു. അവർ വഞ്ചിച്ചാൽ എന്ത് ചെയ്യും? ഞാനിതിന് മുമ്പും പറഞ്ഞതാണ്. നമ്മളെ ഭാര്യ മക്കളെ നമ്മളെ വഞ്ചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ചോദ്യം ചെയ്യിക്കുന്ന നിങ്ങളെയും ഗതി അതാണ്, ഈ ഇരിക്കുന്ന എൻ്റെയും ഗതി അതാണ്. ഇത് 2010 മാഷെ. അത് നിങ്ങൾ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ റിപ്പോർട്ട് കൊടുക്കാൻ 2023 ഈ റിപ്പോർട്ട് പൂഴ്ത്തി ഞാൻ പറഞ്ഞത്. ആ കേസ് നടക്കുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിക്കണ്ടേ? ഈ റിപ്പോർട്ട് ഈ പറയുന്നതാണ് ഈ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 23-നാണ്, 10/5-ന് 11/5-ന്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു. ഓഫീസിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ പൂഴ്ത്തി. അതാ ഞാൻ പറഞ്ഞത്. അല്ല, പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നാണ് അവിടെ എടുക്കൂലേ? പാർട്ടി ഇതിന് നിൽക്കുവോ? പാർട്ടിയെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിരിക്കല്ലേ? അല്ല, പാർട്ടി ഇപ്പം അറിയല്ലോ, അറിഞ്ഞ നടപടി എടുക്കുമല്ലോ. പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിലപാടെടുക്കാതിരിക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ആയിക്കോട്ടെ. അല്ല, അദ്ദേഹത്തിൻ്റെ ഈ മികവ് എന്താന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോന്നില്ല. പാർട്ടി അന്വേഷിച്ചോട്ടെ. എങ്ങനെ? ഇല്ല, അതിന്റെ പുനരന്വേഷണം, അതിന്റെ അന്വേഷണമൊക്കെ വേറെ നടക്കുന്നുണ്ട്. വരട്ടെ, തെളിവുകൾ വേറെ വരട്ടെ. നമുക്ക് അപ്പാലേക്കുന്നത് അവിടെ എത്തുമ്പോൾ നോക്കാം. നമുക്ക്
വേണ്ടെന്ന് പറയുന്നു. ഞാൻ ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനി പിന്നെ ഞാനത് പറയണോ? നിങ്ങളെന്നെ പറയുന്നത് ബോറടിക്കുന്നു. പിന്നെ ബോറടിപ്പിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുക. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മാറ്റുമെന്ന പ്രതീക്ഷയുണ്ടോ? ഞാൻ തീർത്ത് പറഞ്ഞില്ലേ, മാറ്റാത്തത് എങ്ങനെ മുന്നോട്ട് പോകും? ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടേ. അല്ല, അപ്പൊ എനിക്ക് ഓർഡർ ഇടാൻ പറ്റുമോ ഇയാളെ മാറ്റാൻ? എനിക്ക് വാക്കാൻ പറയാന്നല്ലാതെ. എനിക്കതിൽ തിരക്കില്ല മാഷേ, എനിക്കതിൽ തിരക്കില്ല. ഇതിൽ തീരുമാനം ഉണ്ടാകും. അല്ല, ധൃതിയില്ലല്ലോ. അതെ അതെ അതെ, എന്ന് ശരിയാ. റെഡിയായോ? റെഡിയായിട്ടില്ല. അതിന്റെ പിന്നിലെന്താ? അല്ല, ഞങ്ങൾ പിന്നെ ഒരു നമ്പറിലേക്ക് എടുക്കുന്നില്ല, നമ്മൾ പല നമ്പറിലായിട്ട് പല വഴിക്കും അത് നോക്കുന്നുണ്ട്. അപ്പം പുതിയ നമ്പർ എടുത്താൽ തന്നെ സ്ഥിതി വെറുതെ കാശ് പോകുന്നല്ലാതെ. ഏകദേശം ഒരു 2000 ജില്ലാനുണ്ടായി. അതിൽ വേറെ തമാശ എന്താ വെച്ചാൽ, അതിൽ ഈ ഹെൽമെറ്റ് പോയതും മറ്റേ വെയില് തിരക്കിയതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലല്ലേ? അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ടെക് സാധനം പോയത്. ഇന്ന് LDF കൺവീനറിൻ്റെ ഒരു പത്രോ ഇൻ്റർവ്യൂ എന്തോ കണ്ട് ഞാൻ 24-ൽ ആരും അദ്ദേഹത്തിന് അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതിൽ അൻവർ എഴുതി തന്നിട്ടില്ല. അൻവർ എഴുതി തരട്ടെ, അപ്പോൾ ഈ പാർട്ടി പരിശോധിക്കും. എത്ര ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ ആദ്യം ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി അന്ന് മുഖ്യമന്ത്രിയെ കണ്ട സമയത്ത് അതിനുശേഷം ശശിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് അന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റി പരാതിയില്ല. അപ്പോൾ നിങ്ങളത് അതുണ്ട് എന്ന രീതിയിൽ വന്നപ്പോഴാണ് എനിക്ക് ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ പരാതി അന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യേണ്ടി വന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമില്ലേ? അപ്പം ഞാനത് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടില്ല. ഇനി ഇതാ എഴുതി കൊടുക്കാൻ പോകുന്നു. അത് നോക്കാം നമുക്ക്. അല്ല, അതൊക്കെ വ്യക്തമാകുന്നു. അതൊക്കെ വ്യക്തമാകും. വ്യക്തമാവട്ടെ, നമുക്ക് നോക്കാം. പത്രം പ്രസിദ്ധീകരിച്ച 5 ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞതിന് പോലും ഇന്നലെ CM പൊതുയോഗത്തിൽ ഓരോന്നോരോ നഷ്ടപ്പെട്ട് മറുപടി പറഞ്ഞു. CVM വാർത്താസമ്മേളനത്തിൽ പറയുന്ന വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. എഴുതി കെട്ടട്ടെ എന്ന് പറയുക. നിങ്ങൾ മനോരമയും PV അൻവറും ഒരേപോലെയാണോ? നിങ്ങൾ ഞാനൊരു സാധാ പ്രവർത്തകനല്ലേ? അപ്പം മനോരമ അങ്ങനെ ചോദിച്ചാൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഞാൻ ആ പാർട്ടിയിലെ സാധാ സഖാവ്, ഞാൻ പറഞ്ഞതിനൊക്കെ അപ്പം തന്നെ മുഖ്യമന്ത്രി അപ്പോൾ മറുപടി പറയണം തന്നെ നടക്കുമോ? അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. താങ്കളുടെ പരാതിയെ തുടർന്നാണോ അറിയില്ല. എന്തായാലും ഇപ്പോൾ ജില്ലയിലെ മുഴുവൻ DSPമാരെയും SP ഒക്കെ മാറ്റി. സന്തുഷ്ടനായോ? ഞാൻ ആശ്വാസത്തിലാണ്. സന്തുഷ്ടനാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ആശ്വാസകരമാണ്. പാർട്ടി ഇടപെടുന്നു, ഗവൺമെൻറ് ഇടപെടുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു നടപടി ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുമ്പോഴും ഒരു IPSകാരനെ സസ്പെൻഡ് ചെയ്തു, വേറൊരു IPSകാരനെ സ്ഥലം മാറ്റി. ഈ കാരാക്കൂസ് സംഘവുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ DYSPമാരെയും മാറ്റി. IG-മാരിൽ മാറ്റമുണ്ടായി. ഇനി DIG-മാരിൽ ഇനി IG ADGP ഒക്കെ മാറും. താഴെ മലപ്പുറം ജില്ലയിലെ പോലീസ് CI SI അതിലൊക്കെ മാറ്റം വന്നേക്കാം. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ശക്തമായി ഇടപെടുന്നുമല്ലേ? അപ്പോഴും ഇത് തന്നെ നിങ്ങൾ പറയാണ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് നമ്മൾ ഈ ഫൈറ്റ് വരുന്നത്. പോലീസുകാരിലിടയിൽ ആത്മഹത്യയുണ്ട്, അല്ലാത്ത കുറച്ച് വിഷയങ്ങളുണ്ട്. അതെല്ലാം പുറത്തു വരും. ഒരാളൊന്നുമല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എത്ര ആൾ ജോലി വിട്ടു പോയിട്ടുണ്ടറിയാം. നമുക്ക് കൂലിപ്പണിക്ക് നടക്കുന്ന രസേനെ കണ്ടു ഞാൻ. കൈക്കോട്ട് പണിക്ക് പോവുക, അവൻ്റെ കൂടനേക്കാളും നല്ല ഇതാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇനി വരാനില്ല. നിങ്ങളൊന്ന് അന്വേഷിക്കും. പക്ഷേ എല്ലാ പണിയും കൂടി തന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് എഴുതാൻ നിൽക്കുക. നിങ്ങൾ ഒന്ന് സഹായിച്ചൂടെ? ഇത് നാട്ടിൽ അങ്ങാടിപ്പാട്ടാണ്. കൊണ്ടോട്ടി അങ്ങാടിയിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എയർപോർട്ട് ജംഗ്ഷനിൽ പോയി എന്നാൽ സ്വർണ്ണം കൊടുക്കുന്നവരും കൊണ്ടുവരും വിറ്റവരും ചവിട്ടിയവരും കുത്തിയവരൊക്കെ നമുക്ക് കിട്ടും. അതിനൊരു സീക്രട്ടറി ഏജൻസി ഒന്നും വേണ്ട. പച്ചയായി നടന്ന കൊള്ളയല്ലേ, പച്ചയായിട്ട് ഒരു തടസ്സമില്ലാതെ. എന്താവരൊക്കെ മനസ്സിലാക്കിയിരുന്നത്? നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആ ഭാഗയെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ,
നിങ്ങളെന്ത് പറയുന്നു, ആളുകൾ എന്ത് പറയുന്നു ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഒറ്റ ഫോക്കസിലാണ് പോകുന്നത്. ആ ഫോക്കസുമായി ഞാൻ മുന്നോട്ട് പോകും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ്. അത് കൃത്യമായി വരും. ഈ പാർട്ടിയെ തളർത്തിയ ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ നടപടികൾ, അവരുടെ ക്രിമിനലിസം, ഈ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും അട്ടിമറിച്ച് കളയാം എന്നുള്ള അവരുടെ പരിശ്രമം, അത് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒരാളും ഒഴിവാവില്ല. അത് തന്നെയാണ് എൻ്റെ ആത്യന്തികമായ പ്രശ്നം. ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കണ്ടേ? ഈ പാർട്ടിയെ തളർത്തിയാണെന്നാണ് അങ്ങ് പറയുന്നത്. പാർട്ടി തളർന്നിട്ടുണ്ടോ, തളർത്തിയിട്ടുണ്ടോ? അല്ല, പാർട്ടിക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. താഴേക്കടയിൽ ക്ഷീണം വന്നില്ല എന്ന് ഞാൻ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പാർട്ടിക്ക് ക്ഷീണം വന്നില്ല, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിന് ക്ഷീണം വന്നിട്ടുണ്ട്. അത് ഉറപ്പല്ലേ?